ഇടതുമുന്നണിക്ക് പ്രഹരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടും വിജയം നേടാനാകാത്തത് LDFന് തിരിച്ചടിയായി. കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. പരാജയ കാരണം പരിശോധിക്കുമെന്ന്, ഭരണവിരുദ്ധ വികാരമെന്ന് വിലയിരുത്താനാകില്ലെന്നും M സ്വരാജ് പറഞ്ഞു. അപ്രതീക്ഷിതമായാണ് നിലമ്പൂരിൽ M സ്വരാജിനെ LDF അവതരിപ്പിച്ചത്. ഒരു പതിറ്റാണ്ട് കാലം ഒപ്പം നിന്ന മണ്ഡലത്തിൽ മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയെങ്കിലും തിരിച്ചടിയായി. മണ്ഡലത്തിലുള്ളയാൾ സ്ഥാനാർത്ഥിയായതോടെ പരമാവധി വോട്ടുകൾ നേടാനാണ് LDF ക്യാമ്പ് ശ്രമിച്ചത്. എന്നാൽ സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് നേടിയെടുക്കാൻ M സ്വരാജിന് കഴിഞ്ഞില്ല. ശക്തി കേന്ദ്രങ്ങൾ LDFന് കൈവിട്ടു. മൂത്തേടം, വഴിക്കടവ്, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിൽ UDFന് ലീഡ് ലഭിച്ചു. M സ്വരാജിന്റെ വീടിരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ ബൂത്തിലും LDFന് മുന്നേറാനായില്ല. പരാജയ കാരണം പരിശോധിക്കുമെന്നും ഭരണവിരുദ്ധ വികാരമെന്ന് വിലയിരുത്താനാകില്ലെന്നും M സ്വരാജ് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി രംഗത്ത് കളത്തിലിറക്കിയിട്ടും പരാജയപ്പെട്ടതിൽ പാർട്ടിക്കുണ്ടാവുന്ന ക്ഷീണം ചെറുതല്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയായി. 8.74% വോട്ടുകളാണ് LDFന് നഷ്ടമായത്. ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ പ്രചാരണം ശരിവെക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കേരള വിഷൻ ന്യൂസ്, നിലമ്പൂർ.